and educational rights 29 to 30 അല്ലേ? Yes, sir. Article 29 and 30 are Article 29 and 30 are intended to protect the minorities as to enable them to conserve their own language. അപ്പോൾ 29 മുതൽ 30 വരെ മൈനോറിറ്റി റൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അത് മൈനോറിറ്റീസിൻ്റെ ലാംഗ്വേജിനെ സംരക്ഷിക്കണമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി സാർ. കേൾക്കാമോ? കേൾക്കാം സാർ. സ്ക്രിപ്റ്റ് ലിപികൾ, കൾച്ചർ സംസ്കാരം, ആൻഡ് പ്രിവെന്റ് ദ ഡിസ്ക്രിമിനേഷൻ അഗൻസ്റ്റ് മൈനോറിറ്റീസ് ഓൺ ദ ഗ്രൗണ്ട് ഓൺലി ഓഫ് റിലീജിയൻ, റേസ്, ലാംഗ്വേജ് ഓർ എനി ഓഫ് ദം എഡ്യൂക്കേഷൻ. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേരിലോ ഭാഷയുടെ പേരിലോ റേസിൻ്റെ പേരിലോ റിലീജിയൻ്റെ പേരിലോ ഒന്നും മൈനോറിറ്റികളെ വേർതിരിച്ച് നിർത്താനും പാടില്ല. ഓക്കെ, മനസ്സിലായോ? ആർട്ടിക്കിൾ 29 subclause 1 guarantees every section of the citizen having a distinct language, script or culture. Their rights to conserve the same. Unlike Article 19 subclause 1, Article 29 subclause 1 is not subject to any reasonable restrictions. അങ്ങനെ ആർട്ടിക്കിൾ 19 സബ്ക്ലോസ് 1 ഉള്ളതുപോലെ റീസണബിൾ റെസ്ട്രിക്ഷൻസും എവിടെയുണ്ട്? ഈസ് നോട്ട് സബ്ജക്റ്റ് ടു എനി റീസണബിൾ റെസ്ട്രിക്ഷൻ എന്നാണ് പറഞ്ഞത്. റീസണബിൾ റെസ്ട്രിക്ഷൻ ഒന്നും മൈനോറിറ്റി റൈറ്റുമായി ബന്ധപ്പെട്ടില്ല. മനസ്സിലായോ? മൈനോറിറ്റി റൈറ്റ് ഈസ് ആൻ അബ്സല്യൂട്ട് റൈറ്റ്, ബട്ട് ഫണ്ടമെന്റൽ റൈറ്റ് ഈസ് ഇമ്പോസ്ഡ് ബൈ റീസണബിൾ റെസ്ട്രിക്ഷൻസ്. പിടികിട്ടിയോ? അതുകൊണ്ടാണ് മൈനോറിറ്റി മോള് പഠിക്കുന്ന സ്ഥാപനത്തിന്റെ പേരെന്തോ? മോള് പഠിക്കുന്ന സ്ഥാപനത്തിന്റെ പേരെന്താ? ഭാരത് മാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ്. ആ, ഭാരത് മാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ്. ക്രിസ്ത്യൻ മിഷണറിമാരല്ലേ നടത്തുന്നത്? അതെ. അഞ്ജിഷ പഠിക്കുന്ന സ്കൂളിന്റെ പേരെന്താ? മോളന്റെ പേരെന്താ? അൽ-അസ്ഹർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതൊരു മുസ്ലിം അല്ലേ നടത്തുന്നത്? അത് മുസ്ലിം. അത് മൈനോറിറ്റി സ്ഥാപനങ്ങളല്ലേ? അല്ലേ? അപ്പൊ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൂടുതലുള്ളത്. അത് മൈനോറിറ്റിക്ക് പ്രത്യേകമായ പ്രൊട്ടക്ഷൻ ഉണ്ടായതുകൊണ്ടാണ്. മനസ്സിലായോ? മനസ്സിലായി സാർ. പിന്നെ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കുക, കൂടുതലും OBC വിഭാഗക്കാരും ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗക്കാരും ഈ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനാണ് പഠിച്ചിട്ടുള്ളത്. അല്ലാതെ ബ്രാഹ്മിൻസ് മുതൽ നായർ വരെ ഉണ്ടാക്കിയ സ്ഥാപനത്തിലല്ല പാവപ്പെട്ടവർ പഠിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അവരുടെ നയം അറിയാമോ? വേദം ശ്രമിക്കുന്ന ശൂദ്രന്റെ കാതിൽ നാസാരം വീയം ഉരുക്കി ഒഴിക്കണമെന്ന നയമാണ് അവർക്കുള്ളത്. അവർ പിന്നെ പാവപ്പെട്ടവരെ പഠിപ്പിക്കരുത്. അതുകൊണ്ട് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായതുകൊണ്ട് കേരളത്തിൽ വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടായി എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി 29(2) is general and applies to all citizens whether they belong to minority or majority groups and relates to admission into education institutions which are aided or maintained by state fund. പഠന പറഞ്ഞേക്കുന്നത് 29(2) പറയുന്നത് ഈസ് എ ജനറൽ അപ്ലൈസ്. അതൊരു ജനറൽ ക്ലോസ് ആണ്. ഇറ്റ് അപ്ലൈസ് ടു ഓൾ സിറ്റിസൺ വെദർ ദേ ബിലോങ് ടു മൈനോറിറ്റി ഓർ മെജോറിറ്റി. അത് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും മെജോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അതിനെയൊക്കെ എന്ത് ചെയ്യും? ആപ്ലിക്കബിൾ ആണ്. ആൻഡ്
relate to admission of education institutions which are aided or maintained by state fund. സ്റ്റേറ്റ് ഫണ്ടിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും എയ്ഡഡ് ധനസഹായത്തോടുകൂടി ഉള്ള സ്ഥാപനത്തിലാണെങ്കിലും 29 സബ് ക്ലോസ് 2 ബാധകമാണ്. ഇറ്റ് ഗ്യാരണ്ടീസ് ദാറ്റ് നോ സിറ്റിസൺ ഷാൽ ബി ഡിനൈഡ് അഡ്മിഷൻ ഓൺ സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ ദ ഗ്രൗണ്ട് ഓൺലി ഓൺ റിലീജിയൻ, റൈസ്, കാസ്റ്റ്, ലാംഗ്വേജ് ഓർ എനി ഓഫ് ദം. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? ഭാഷയുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, റേസിൻ്റെ അടിസ്ഥാനത്തിൽ, കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും അഡ്മിഷൻ നിഷേധിക്കാൻ പാടില്ല. പിടികിട്ടിയോ? അടുത്തത് 30(1). Is all minorities, whether based upon their religion or language, the right to establish, administer education institution of their choice. 30(1) പറയുന്നത് ഭാഷാന്യൂനപക്ഷമാണെങ്കിലും മതന്യൂനപക്ഷമാണെങ്കിലും അവർക്ക് അവരുടെ സ്ഥാപനങ്ങൾ അവരുടെ താല്പര്യമനുസരിച്ച് ഉണ്ടാക്കാനും പ്രവർത്തിപ്പിക്കാനും കഴിയും. അതുകൊണ്ട് അവിടെ 30(1) വരുന്ന സ്ഥലങ്ങളിൽ എന്ത് ബാധകമല്ല? സംവരണം ബാധകമല്ല. മനസ്സിലായോ? സാർ അതൊന്നും കൂടി പറയാം. 30(1) എന്ന് പറയുന്നത് ഈസ് ഓൾ മൈനോറിറ്റീസ് വെയർ ബേസ്ഡ് ഓൺ റിലീജിയൻ ഓർ ലാംഗ്വേജ്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷമാണെങ്കിൽ, ഭാഷാ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? തമിഴൻ കേരളത്തിൽ ഭാഷാ ന്യൂനപക്ഷമാണ്. മലയാളി തമിഴ്നാട്ടിൽ ചെന്നാൽ മലയാളി ഭാഷാ ന്യൂനപക്ഷമാണ്. മലയാളി ഇപ്പോൾ പോയി ഡൽഹിയിലാണ് താമസിക്കുന്നത് വെച്ചോ, നമ്മൾ ഭാഷാ ന്യൂനപക്ഷം. അതാണ് ഭാഷാ ന്യൂനപക്ഷം. മറ്റത് മതന്യൂനപക്ഷം. ഇന്ത്യ ടേക്കൺ ആസ് എ ഹോൾ, മുസ്ലിം ഈസ് മൈനോറിറ്റി, ക്രിസ്ത്യൻ ഈസ് ഓൾസോ മൈനോറിറ്റി. മനസ്സിലായോ? മനസ്സിലായി സാർ. അങ്ങനെ മൈനോറിറ്റിക്ക് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും അവരുടെ ഇഷ്ടത്തിന് പ്രവർത്തിപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. 30(1). അതാണ് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്. അങ്ങനെ 30(1) പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനിൽ സംവരണം ബാധകമായി. മനസ്സിലായോ? മനസ്സിലായി സാർ. അതാണ് അവിടുത്തെ കാര്യം. അടുത്തത് 32. Provides that the state shall not in granting aid to education institution discriminate against education institution on the ground that it is under the management of minority, whether based on religion or language. അപ്പം 32 പറയുന്നത് provides that the state shall not grant aid to education institution against any education institution on the ground of under the management of a minority. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? The state shall not in granting to aid in institution discriminate. അപ്പോൾ സ്റ്റേറ്റ് പൈസ കൊടുക്കുന്നെന്ന് കരുതുക ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്. അങ്ങനെയെങ്കിൽ ഒരു സ്ഥാപനം മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് അവർക്ക് എന്ത് കൊടുക്കാൻ പാടില്ല? കൊടുക്കാതിരിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു കോളേജിന് NSS നടത്തുന്ന കോളേജിന് പൈസ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങൾ നടത്തുന്ന കോളേജിന് പൈസ കൊടുക്കണം, സർക്കാർ പൈസ കൊടുക്കണം. മനസ്സിലായോ പറഞ്ഞത്? 32. Provides that the state shall not to in granting to aid education institution discriminate against any education institution on the ground that it is under the management of minority, whether based on religion or language. റിലീജിയൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും പിന്നോക്കമാണ് എന്നതിൻ്റെ പേരിൽ സർക്കാർ മറ്റ് മുന്നോക്ക സമുദായത്തിന് കൊടുക്കുന്ന ധനസഹായങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ പാടില്ല. മനസ്സിലായോ? അടുത്തത് സെന്റ് സേവിയേഴ്സ് കോളേജ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്. നമ്മൾ വിചാരിക്കും ഈ ക്രിസ്ത്യൻ മിഷണറിമാർ ഗുജറാത്തിലില്ലെന്ന്. BJP ആണ് ഭരിക്കുന്നത്, ഹിന്ദു രാഷ്ട്രമാണ്, രാമരാജ്യമാണ് എന്നൊക്കെ ആണ് നമ്മളെ വിചാരം. ഇപ്പോൾ നോക്കൂ, സെന്റ് സേവിയേഴ്സ് കോളേജ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്.
The Supreme Court observed that Article 29(1) is a general protection given to sections of citizens to converse their language. അവരുടെ സ്വന്തം ഭാഷ പഠിപ്പിക്കുവാൻ, അങ്ങനെ ഭാഷാ സംസ്കാരം നിലനിർത്തുവാൻ ആർക്ക് അവകാശമുണ്ട്? മൈനോറിറ്റിക്ക് അവകാശം. സ്ക്രിപ്റ്റ് ലിപികൾ, കൾച്ചർ, സംസ്കാരം. വേർ ആർട്ടിക്കിൾ 30 ഈസ് സ്പെഷ്യൽ റൈറ്റ് ടു മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് ആർട്ടിക്കിൾ 30 എന്ത് പറയുന്നു? മൈനോറിറ്റിയുടെ ഭാഷയും സംസ്കാരവും ലിപികളും നിലനിർത്തുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിക്കാമെന്ന് ആർട്ടിക്കിൾ 30 പറയുന്നു. മനസ്സിലായോ? Yes, sir. യെസ്. അടുത്തത് ഒരു കാര്യം ചെയ്യും, അഞ്ചനങ്ങ് വായിച്ചു പോയി ശരിയാതെ. അധികം കൊണ്ട് വായിച്ചേ. Cultural and educational rights, Article 29-30. Article 29 and 30 are intended to protect the minorities so as to enable them to conserve their own language, script, and culture and prevent discrimination against minorities on grounds only of religion, race, language, or any of them in educational institution. Article 29 subclause 1 guarantees every section of the citizen having a distinct language, script, or culture the right to conserve the same. Unlike Article 19 subclause 1, Article 29 subclause 1 is not subject to any reasonable restriction. Article 29 subclause 2 is general and applies to all citizens whether they belong to minority or majority groups and relates to admission into educational institutions which are aided or maintained by state funds. It guarantees that no citizen shall be denied admission in such institution on ground only of religion, race, caste, language, or any of them. Article 30, subclause 1 gives all minorities, whether based on religion or language, the right to establish and to administer educational institutions of their choice. Article 30, subclause 2 provides that the state shall not, in aid to granting aid to educational institution, discriminate against any educational institution on the ground that it is under the management of a minority, whether based on religion or language. In St. Xavier College versus State of Gujarat, the Supreme Court observed that Article 29(1) is a general protection given to section of citizens to conserve their language, script, or culture, whereas Article 30 is a special right to minorities to establish education institutions of their choice. മനസ്സിലായോ? മനസ്സിലായി സാർ. യെസ് സർ. ദ ഇംഗ്ലീഷ് മീഡിയം പേരൻസ് അസോസിയേഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക. എങ്ങനെയുണ്ട്? ഇംഗ്ലീഷ് മീഡിയം പേരൻസ് അസോസിയേഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക. The court held that there is no violation of Article 29 or 30. Whether the state makes mother tongue to be medium of institution at primary level and higher stage implements to 3-language formula by making the state language compulsory. എന്താ പറഞ്ഞേ? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കന്നഡ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചില ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിൻ്റെ അസോസിയേഷൻ, പേരൻസിൻ്റെ അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴേക്ക് ഹൈക്കോടതി പറഞ്ഞെന്താണ്? 3 ഭാഷകൾ, ഹിന്ദി ദേശീയ ഭാഷ, ഇംഗ്ലീഷ് ലോകഭാഷ, സ്റ്റേറ്റ് ഭാഷ കന്നഡ, അങ്ങനെ 3-ലാംഗ്വേജ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 29ൻ്റെയോ 30യുടെയോ വയലേഷൻ അല്ല എന്ന് പറഞ്ഞു. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി സാർ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് അവിടെ? മദർ ടങ് the medium of instruction at primary level at a higher stage implementation of 3-language formula
by making the state languages compulsory. In Assis, Basha versus Union of India year 1968, it was held that Aligarh Muslim University was not established by Muslim minority but by central legislatures in 1920. 1920 കേന്ദ്ര ഗവൺമെൻറ്റാണ് 1920 കേട്ടോ, 1947. 1920 അന്നുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ് സെൻട്രൽ ലെജിസ്ലേച്ചറാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. ബൈ പാസിംഗ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആക്ട് 1920. So, an educational institution which has not been established by religious and minority cannot be claimed the right to administration. അതുകൊണ്ട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നാണ് അതിൻ്റെ പേരെങ്കിലും മൈനോറിറ്റികളല്ല സ്ഥാപനം തുടങ്ങിയത്. അതുകൊണ്ട് അതിൻ്റെ ഭരണം മൈനോറിറ്റിക്ക് വിട്ടുകൊടുക്കണം, മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കണം എന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല എന്ന് പറഞ്ഞു. മനസ്സിലായോ? മനസ്സിലായി സർ. യെസ്. നോക്കൂ അടുത്തത്. In the landmark judgment of TMA Pai Foundation versus State of Karnataka, TMA Pai Foundation versus State of Karnataka എന്ന കേസിൽ AR 2003 സുപ്രീം കോർട്ടിൽ സുപ്രീം കോർട്ട് held that സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞു, എന്ത് പറഞ്ഞു? That state will be regarded as unit for determining both the linguistic minority as well as religious minority. എന്താ പറഞ്ഞത്? രണ്ട് തരം ന്യൂനപക്ഷമാണുള്ളത്. ഒന്ന് ഭാഷാന്യൂനപക്ഷം. ഭാഷാന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, തമിഴ്നാട്ടുകാർ കേരളത്തിൽ ഭാഷാന്യൂനപക്ഷം. നമ്മൾ തമിഴ്നാട്ടിൽ പോയി താമസിച്ചാൽ മലയാളി ഭാഷാന്യൂനപക്ഷമാണ്. നമ്മൾ ഡൽഹിയിൽ പോയി താമസിച്ചാൽ നമ്മൾ ഭാഷാന്യൂനപക്ഷമാണ്. ബംഗാളി കേരളത്തിൽ താമസിച്ചാൽ ഭാഷാന്യൂനപക്ഷമാണ്. അതാണ് ഭാഷാന്യൂനപക്ഷം, ലിംഗ്വിസ്റ്റിക്. അടുത്തൊരു റിലീജിയസ് മൈനോറിറ്റി. അപ്പം ആരാണ് മതന്യൂനപക്ഷം, ആരാണ് ഭാഷാന്യൂനപക്ഷം എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? സർക്കാരാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അല്ലാതെ വേറെ ആർക്കും അതിനകത്ത് അധികാരമില്ല. The court held that the state government and universities cannot regulate admission policy of aided education institution run by linguistic and religious minorities. മതന്യൂനപക്ഷങ്ങളോ ഭാഷാന്യൂനപക്ഷങ്ങളോ ഉണ്ടാക്കുന്ന സ്ഥാപനത്തിൽ സർക്കാർ പൈസ കൊടുക്കുന്നെങ്കിൽ കൂടി നിയമം സർക്കാരിന് ഉണ്ടാക്കാൻ പറ്റില്ല. അഡ്മിഷനെ കുറിച്ച് നിയന്ത്രണം ഉണ്ടാക്കാൻ പറ്റില്ല. അടുത്തത് The court also held that the right of minorities under Article 30 cover professional institutions. The court അപ്പോൾ പറഞ്ഞ ആർട്ടിക്കിൾ 30 ലോ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജും പോലെയുള്ള പ്രൊഫഷണൽ കോളേജുകളും കിട്ടും. പിന്നെന്താ പറഞ്ഞത്? The court made clear that the right to establish and administer education institutions is guaranteed to all citizens under Article 19 subclause G and 26 and to minorities specially for the മൈനോറിറ്റിക്ക് 30 പ്രകാരം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാം. ബാക്കി എല്ലാവർക്കും എന്ത് പ്രകാരം ഉണ്ടാക്കാം? 26 പ്രകാരവും 91G പ്രകാരവും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാം. അല്ലാതെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇവിടെ നോക്കൂ മുസ്ലിങ്ങൾക്ക് നാട് മൊത്തവും വിദ്യാഭ്യാസമാണ്. ആരുടെ കുറ്റമാണ് ബാക്കിയുള്ളവർ ഉണ്ടാക്കുന്നത്? ചിലർ പറയുന്നത് കണ്ടോ, മുസ്ലിങ്ങളെ കണ്ടോ, അവർക്കിവിടെ മൊത്തവും എന്തുണ്ട്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ക്രിസ്ത്യാനികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. നമുക്കില്ലാതെ ആര് ചെയ്യാൻ? നമ്മൾ ചെയ്യാൻ. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനം 26 പ്രകാരം ഉണ്ടാക്കുന്നതിനും 19(1) പ്രകാരം ഉണ്ടാക്കുന്നതിനും എല്ലാവർക്കും അധികാരമുണ്ട്. 30 പ്രകാരം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആർക്ക് അധികാരമുണ്ട്? മൈനോറിറ്റിക്ക് അധികാരമുണ്ട്. ഓക്കെ, ശരി, വായിച്ചേ. In English Medium Parents Association versus State of Karnataka, 1994, one Supreme Court case 550, the court held that there is no violation of Articles 29 or 30, where a state makes the mother tongue the medium of instruction at the primary level and at higher stages implements the
three-language formula by making the state language compulsory. In Aziz Bhasha versus Union of India, AR 1968, Supreme Court 662, it was held that Aligarh Muslim University was not established by Muslim minority but by the Central Legislature in 1920 by passing Aligarh Muslim University Act in 1920. So, an educational institution which has not been established by a religious minority cannot claim the right to administer it. In a landmark judgment in TMA Pai Foundation versus State of Karnataka, AR 2003, Supreme Court 355, the Supreme Court held that a state will be regarded as the unit for determining both the linguistic minority as well as religious minority. The court held that state governments and universities cannot regulate the admissions as well. um, Admission policy of unaided education institutions run by linguistic and religious minorities, but state governments and universities can specify academic qualifications for students and make rules by regulations for maintaining academic standards. The court also held that the rights of minorities under Article 30 cover professional institutions. The court made it clear that the right to establish and administer an education institutions is guaranteed to all citizens under Article 19 subclause 1G and 26 and to minorities specifically under Article 30. മനസ്സിലായോ? മനസ്സിലായോ? ഹലോ, പിടി കിട്ടിയോ? ആരും ഇല്ലേ? മനസ്സിലായി സാർ. റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലായി സാർ. സാർ കേൾക്കാൻ പറ്റണില്ലേ? കേൾക്കാൻ പറ്റും. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ 32-35 32 മുതൽ 35 വരെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി. റൈറ്റ് വിത്തൗട്ട് റെമഡി ഈസ് എ മീനിങ്ലെസ് ഫോർമാലിറ്റി. അവകാശമുണ്ട്, അവകാശമുണ്ട്, അവകാശം നിഷേധിച്ചാൽ പരിഹാരമില്ല, പരിഹാരമില്ല. റൈറ്റ് വിത്തൗട്ട് റെമഡീസ്, it is remedy is makes right to real. റെമഡി ഉണ്ടെങ്കിൽ മാത്രമേ അവകാശം എന്താകുള്ളൂ, യാഥാർത്ഥ്യമാകൂ. അതിനെന്താ പറഞ്ഞേക്കുന്നത്? റെഫറിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ആർട്ടിക്കിൾ 32, ഡോക്ടർ അംബേദ്കർ said, if I was asked to the name any particular article in this constitution as the most important, an article without which is the constitution would be nullity. ഒരു ആർട്ടിക്കിൾ ഇല്ല എങ്കിൽ ഈ ഭരണഘടന മൊത്തവും ഇല്ലാതെ പോകും, അർത്ഥമില്ലാതായി പോകും എന്നോട് ചോദിച്ചാൽ I could not refer to any other article except this one. ഈ ഒരൊറ്റ ആർട്ടിക്കിൾ അല്ലാതെ മറ്റൊരു ആർട്ടിക്കിളിനെയും ഞാൻ പറയില്ല. It is very soul of the constitution and it is very heart of it. I am glad that House has realized this is important. ആർട്ടിക്കിൾ 32-നെ ഡോക്ടർ അംബേദ്കർ ഇങ്ങനെയാണ് പറഞ്ഞത്: ഈ ആർട്ടിക്കിൾ ഇല്ലാതെ ഭരണഘടന എന്താണ്? മരിച്ചതിന് തുല്യം. എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ആർട്ടിക്കിളിനെ പറയും. ഏത് ആർട്ടിക്കിളിനെ? ആർട്ടിക്കിൾ 32-നെ പറയും. ഇറ്റ് ഈസ് ദ വെരി ഹേർട്ട് ആൻഡ് ഇറ്റ് ഈസ് ദ സോൾ ഓഫ് ആൻഡ് ദ സഭ. ഏതാ സഭ? ഹൗസ് ഈസ് റിയലൈസ് ദിസ് ഇമ്പോർട്ടൻസ്. അപ്പോൾ അത് ചോദിക്കും, ദ ഹെർട്ട് ആൻഡ് ദ സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞ ആർട്ടിക്കിൾ ഏതാണോ? ആർട്ടിക്കിൾ 32. മനസ്സിലായോ? മനസ്സിലായി സാർ. It guarantees the right to move Supreme Court. ഒരു വ്യക്തിക്ക് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാൻ ഈ ആർട്ടിക്കിൾ അധികാരം തരുന്നു. അധികാരം മാത്രമേ തരുന്നുള്ളൂ, പൈസ തരുന്നില്ല കേട്ടോ. പൈസ വേണേ നമ്മൾ തരണ്ടായി. ഫോർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. എന്തിനു വേണ്ടി?
മൗലിക അവകാശങ്ങളുടെ ലംഘനം വന്നാൽ ഹൈക്കോടതി കയറണ്ട, നേരെ സുപ്രീം കോടതി. ആൻഡ് ഫോർ ദ പർപ്പസ് the court has empowered to issue appropriate directions or orders or writ, including the writ in the nature of habeas corpus, mandamus, prohibition, certiorari and quo warranto. എത്ര റിട്ടുണ്ട്? 5 റിട്ടുണ്ട്. 5 റിട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിക്ക് നേരിട്ട് ഉത്തരവുകൾ പുറപ്പെടുവിക്കാവുന്നതാണ്. This right cannot be suspended except otherwise provided by the Constitution. ഭരണഘടനാപരമായ അല്ലാതെ മറ്റൊരധികാരം ഉപയോഗിച്ച് മറ്റ് നിയമനിർമ്മാണങ്ങൾ നടത്തി ഈ അധികാരത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ പറഞ്ഞത്? Yes, sir. യെസ്. ആ പൊതിയെ മോള് വായിച്ചേക്കാം. Right to constitutional remedies, Article 30 to 35. A right without remedy is meaningful formality. It is a remedy which makes a right real. Referring to provision of Article 32, Dr. Ambedkar said, if I was asked to name any particular article in this constitution as the most important, an article without which its constitution would be a nullity, I could not refer to any other article except this one. It is the very soul of the Constitution and the very heart of it, and I am glad that the House has realized it is important. It guarantees the right to move the Supreme Court by appropriate proceeding for the enforcement of the fundamental rights, and for this purpose, the court has been empowered to issue appropriate direction or orders or writs, including writs in the nature of habeas corpus, mandamus, prohibition, certiorari, and quo warranto. These rights cannot be suspended except as otherwise provided for by the Constitution. കഴിഞ്ഞോ? Sir. കഴിഞ്ഞുവോ? കഴിഞ്ഞുവോ? Sir. കഴിഞ്ഞുവോ? Sir, കഴിഞ്ഞു. Sir, അഞ്ജുഷ് ലെഫ്റ്റായി. ഞാൻ കണ്ടു. ഇനി പോയതാണോ അതോ എന്താന്നൊരു പിടിയില്ലല്ലോ. ശരി, നമുക്ക് വരട്ടെ. Okay, sir. It provides an expeditious and expensive remedy. Sir. Yes. നോക്കൂ. It provides an expeditious and expensive remedy. അപ്പോൾ സുപ്രീം കോടതി പോവുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ എക്സ്പെഡീഷ്യസ് ആണ്, എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടേണ്ടതാണ്. ആൻഡ് എക്സ്പെൻസീവ്, വളരെ കൂടി ഇതൊന്ന് എക്സ്പെൻസീവാണ്, പണച്ചെലവുള്ളതാണ്. ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് ഫ്രം ദ ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഇന്റർഫറൻസ്. അപ്പോൾ ലെജിസ്ലേച്ചറിൻ്റെയോ പിന്നെ എക്സിക്യൂട്ടീവോ ജനങ്ങളുടെ മൗലിക അവകാശം തടഞ്ഞു വെച്ചാൽ നേരിട്ട് സുപ്രീം കോടതി പോവാം. എക്സ്പെഡീഷ്യസ് ആൻഡ് ഓൾസോ എക്സ്പെൻസീവ്. ഓക്കെ, ആയിക്കോട്ടെ. എന്താ പറഞ്ഞേക്കുന്നേ? The provision envisages the role of sentimental on the QV. The Supreme Court in Minerva Mills case versus Union of India AR 1980. Minerva Mills case. അതൊക്കെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട സാധനമാണ് കേട്ടോ. മിനർവ മിൽസ് കേസ്.
It has characterized the power of judicial review conferred by Article 32 and Article 220. ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 226 റിട്ട് പെറ്റീഷന്റെ സാധ്യതകളെ കുറിച്ച് മിനർവ ബിൽ കേസിൽ വളരെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദ പാർട്ട് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ, എന്താ പറഞ്ഞേക്കുന്നത്? ദ പാർട്ട് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏതാണ്? ആർട്ടിക്കിൾ 32 ഈസ് ദ പാർട്ട് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ്. ഈ ആഡഡ് the judicial review is a vital principle of our constitution. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭരണഘടനയുടെ വൈറ്റൽ റോളാണ്, ഇമ്പോർട്ടൻ്റ് സാധനമാണ്. ആൻഡ് ഇറ്റ് കനോട്ട് ബി അബ്രോഗേറ്റഡ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ ബേസിക് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യും. ഇതൊക്കെ എടുത്ത് കളയാം. മനസ്സിലായി? അപ്പോൾ ആർട്ടിക്കിൾ 32 കുറിച്ച് പറഞ്ഞു, ആർട്ടിക്കിൾ 226 കുറിച്ച് പറഞ്ഞു. ആർട്ടിക്കിൾ 226 ഇല്ലെങ്കിൽ ഹൈക്കോടതി ഇല്ല. ഹൈക്കോടതി വരുന്ന 100 കേസുകളിൽ 85% കേസുകളും 226 പ്രകാരമാണ് വരുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഇനി ആരാ വായിക്കാനുള്ളേ? ആ ഒരു പാരഗ്രാഫ് വായിച്ചേ മോളെ. It provides an expeditious and inexpensive remedy for the protection of fundamental rights from legislative and executive interference. The provision envisages the role of a sentinel on the qui vive for the Supreme Court. In Minerva Mills versus Union of India, AR 1980, Supreme Court 1789. Has characterized the power of judicial review conferred by Article 32 and 226 as part of the basic structure of the Constitution. He added, judicial review is a vital principle of our Constitution and it cannot be abrogated without affecting the basic structure of the basis of the Constitution. നോക്കൂ, ആർട്ടിക്കിൾ 32 has been said to be the cornerstone of a democratic edifice. ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ മൂലക്കല്ല്, കോർണർ സ്റ്റോർ, ആണിക്കല്ല്, മൂലക്കല്ല് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ആർട്ടിക്കിൾ 32 has been said to be the cornerstone of the democratic edifice. ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ ആണിക്കല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിക്കിൾ 32. ദ പ്രൊട്ടക്ടർ ഓഫ് ഗ്യാരണ്ടീസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ് ആർട്ടിക്കിൾ 32 അറിയിക്കുന്നത്. മൗലികാവകാശങ്ങളുടെ ഗ്യാരണ്ടർ എന്നാണ് ആർട്ടിക്കിൾ 32 അറിയിക്കുന്നത്. വിതൗട്ട് മേക്കിംഗ് ദ റൈറ്റ് ടു എൻഫോഴ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങൾ നടപ്പാക്കാൻ ശ്രമങ്ങളില്ലാതെ ഓൾസോ ഫണ്ടമെന്റൽ റൈറ്റ്സ്, all the other fundamental rights would have been meaningless. ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്, പക്ഷെ നടപ്പാക്കാൻ റെമഡി ഇല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ മീനിങ്ലെസ്. എന്താ പറഞ്ഞേക്കുന്നേ? റൈറ്റ്സ് ആർ മീനിങ്ലെസ് ആൻഡ് ഹെൻസ് ആർട്ടിക്കിൾ 32 ഈസ് ഓൾസോ കോൾഡ് ബാക്ക് സ്റ്റോൺ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതുകൊണ്ട് ആർട്ടിക്കിൾ 32 ബാക്ക് സ്റ്റോൺ, നട്ടല്ലെന്ന് പറയും. Backstone nuttal of the fundamental rights. For the enforcement of any of the fundamental rights under Article 32, a person can make directly to Supreme Court. ഒരു മൗലിക അവകാശത്തിനെ നേടിയെടുക്കുന്നതിന് വേണ്ടി മുനിസിപ്പൽ കോടതി മുതൽ ഇങ്ങനെ കേസ് നടത്തണ്ട. He can go approach directly to Supreme Court. പൈസ വേണം, അത് വേറെ കാര്യം. The Supreme Court has the power to direct order of writ, including writ in the nature of habeas corpus, mandamus, prohibitions, overrendo and certiorari for the enforcement of the fundamental rights. ഫണ്ടമെന്റൽ റൈറ്റ് എൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി ഹേബിയസ് കോർപ്പസ് ഇടാം,
മാൻഡമസ് ഇടാം, പ്രൊഹിബിഷൻ ഇടാം, പോവാറുണ്ടോ ഇടാം, ഷെയർഷ്യൂർ ഇടാം. മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പോ രണ്ട് പാരഗ്രാഫ് ചെറിയ പാരഗ്രാഫ് വെച്ച്. Okay, sir. Article 32 has been said to be the cornerstone of the democratic edifice, the protector and the guarantor of the fundamental rights. Without making the right to enforce fundamental rights also a fundamental right, all the other fundamental rights would have been meaningless, and hence Article 32 is also called the backbone of the fundamental rights. For the enforcement of any of the fundamental rights, Article 32 1. A petition can be made directly to the Supreme Court, and 2. The Supreme Court has the power to issue direction orders, writs, including writs in the nature of habeas corpus, mandamus, prohibition, querendo, and certiorari for the enforcement of the fundamental rights. നോക്കിക്കോ. Article 32 subclause 3 provides that without prejudice to the powers conferred on the Supreme Court by clause 1 and 2, the Parliament may below empower any other court to exercise within the local limit of the jurisdiction of all or any of the powers exercised by the Supreme Court under such clause. വല്ലതും മനസ്സിലായോ? ഇല്ല സാർ. യെസ്, നോക്കൂ. ആർട്ടിക്കിൾ 32 ക്ലോസ് 3 പ്രകാരം without prejudice to the powers conferred by the Supreme Court in clause 1 and 2. 32(1)നും 2-ലും പറഞ്ഞേക്കുന്ന ഹൈക്കോടതിയുടെ പവറിനെ മുൻവിധികൾ കൂടാതെ പാർലമെന്റിന് the parliament may by law empower any court to exercise within the local limit of jurisdiction all or any powers established by the Supreme Court in clause 2. അപ്പോൾ സുപ്രീം കോടതി ഇപ്പം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിട്ട് പെറ്റീഷൻ ഹൈക്കോടതികൾക്ക് കൊടുക്കാം. ആർട്ടിക്കിൾ 32 പ്രകാരം ഹൈക്കോടതി നടത്തിക്കോട്ടെ എന്ന് പറയാം. അല്ലാതെ ഏതെങ്കിലും ലോക്കൽ കോടതിക്കും കൊടുക്കാം. നാളെ മുതൽ പറയുന്നു കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ജില്ലാ കോടതിക്കും റിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് വേണമെങ്കിലും പാർലമെന്റ് നിയമം പ്രകാരം ചെയ്യാം. മനസ്സിലായോ? മനസ്സിലായി സാർ. സുപ്രീം കോടതി ഇപ്പൊ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അധികാരം ഹൈക്കോടതിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ കോടതിക്കും കൊടുക്കാം. കുടി കിട്ടിയ Article 32 is available not only to citizen but also to any person, natural or artificial or non-citizen. കടന്നാ പറഞ്ഞേ, ആർട്ടിക്കിൾ 32 പൗരന്മാർക്ക് വേണ്ടി മാത്രമല്ല, പിന്നെ ആർക്ക് വേണ്ടിയാ? ബട്ട് ഓൾസോ എനി പേഴ്സൺ, ആർക്കും റിട്ട് ഉപയോഗിക്കാം. പിന്നെ നാച്ചുറൽ പേഴ്സൺ ഉപയോഗിക്കാം, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഉപയോഗിക്കാം. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആരാ? റോബോട്ടാണോ? അല്ല, പഞ്ചായത്ത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. നമ്മളുടെ സംഘടന എന്തായാലും ലോ കോളേജ് സ്റ്റുഡൻസ് അസോസിയേഷൻ, അതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ ഈസ് അനദർ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. മനസ്സിലായോ? മനസ്സിലായി സാർ. അങ്ങനെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെങ്കിലും ഓർ നോൺ സിറ്റിസൺ, പൗരനല്ലെങ്കിലും, whose fundamental right has been violated, അവരുടെ മൗലിക അവകാശത്തിന് ലംഘനം നടന്നാൽ അണ്ടർ ദ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതു താൽപര്യ ഹർജി വഴി, it is established view that any member of a public or a public organization may move to Supreme Court on behalf of person or class of person whose fundamental right has been violated. ഒരു വ്യക്തിയുടെയോ വ്യക്തികളുടെയോ മൗലിക അവകാശത്തിന് ലംഘനം വന്നാൽ ഒരു അസോസിയേഷനോ അല്ലെങ്കിൽ വ്യക്തിക്കോ അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിലേക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്യാവുന്നതാണ്. പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? In such cases, the court may be moved by any public spirited person
not merely by filing a writ, but also to addressing the letter, drawing the attention of the court to such legal injury or wrong. അത് WPC ഫയൽ ചെയ്യണമെന്നില്ല, റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യണമെന്നില്ല. ഒരു കത്തെഴുതി കൊടുത്താൽ, കത്തെഴുതി അയച്ചാൽ തന്നെ ആ കത്തിനെ എന്തായിട്ട് പരിഗണിക്കാം? റിട്ട് പെറ്റീഷനായി പരിഗണിക്കാം. An order under Article 32 can be issued against a state within the definition of Article 12. അങ്ങനെ എഴുതി അയക്കുന്നത് that can be issued against a state. സുപ്രീം കോടതിക്ക് ഒരു സംസ്ഥാനത്തിനെതിരെ എന്ത് ചെയ്യാം? ഉത്തരവിടാം. ആർട്ടിക്കിൾ 12 പറയുന്ന സംസ്ഥാനത്തിനെതിരെ. ആർട്ടിക്കിൾ 12 പറഞ്ഞേക്കുന്നത് എന്താ? ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് അല്ലേ? ഏതൊക്കെയാണ് എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ആ 2 പാരഗ്രാഫ് അറ്റ്ലീസ്റ്റ് കൊണ്ടൊന്ന് വായിച്ചു നമ്മൾ കുറേശ്ശെ വായിക്കാം, അതാണ് നല്ലത്. Article 32, subclause 3 provides that without prejudice to the powers conferred on the Supreme Court by clauses 1 and 2, Parliament may by law empower any other court to exercise within the local limits of its jurisdiction or any of the powers exercisable by the Supreme Court under clause 2. Right under Article 32 is available not only to the citizen but also to any person that is natural or artificial or non-citizen whose fundamental right has been violated. Also under public interest litigation, it is an established view that any member of the public or any public organization may move the Supreme Court on behalf of a person or class of persons whose behalf of a person or class of persons whose fundamental right has been violated. In such cases, the court may be moved by any public spirited person, not merely by filing a writ petition but also by addressing a letter drawing the attention of the court to such legal injury or wrong. An order under Article 32 can be issued against the state within the definition of Article 12. Yes, the state of West Bengal versus Committee for Protection of Democratic Rights of West Bengal in 2010, year 2000 Supreme Court. It was held that the power of judicial review for the Supreme Court and the High Courts under Article 32 and 226 respectively, it is an integral part of the essential features of the Constitution. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയും 226 പ്രകാരം ഹൈക്കോടതിയും സമീപിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഇൻ്റഗ്രൽ പാർട്ടാണ് എന്ന് പറഞ്ഞു. ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൻ്റെ ഇൻ്റഗ്രൽ പാർട്ടാണ്. കൺസിസ്റ്റിംഗ് പാർട്ട് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ, അത് ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗവും ആകും. ഇറ്റ് ഈസ് ദ pertinent note that Article 32 of the Constitution is also contained in Part 3 of the Constitution, which enumerate the fundamental rights and not along other articles of the Constitution, which defines the general jurisdiction of the Constitution of the Supreme Court. എന്താണ് പറഞ്ഞേക്കുന്നത്? അത് പാർട്ട് 3യുടെ പരിധിയിൽ വരുന്നു. പാർട്ട് 3 എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അത് സുപ്രീം കോടതിയുടെ ജനറൽ ജൂറിസ്ഡിക്ഷൻ്റെ ഭാഗമായും വരുന്നു. ഇപ്പോൾ പ്രൊട്ടക്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഗാർഡിയൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? സുപ്രീം കോടതി. മനസ്സിലായോ? മനസ്സിലായി സാർ. യെസ്. അടുത്ത പാർട്ട് നിലാഭട്ടി ബഹ്റ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഒറീസ 1993 ടു സുപ്രീം കോർട്ട് കേസ് 746. The court observed that the Supreme Court and High Court being the protector of the civil liberties of the citizen. സുപ്രീം കോടതിയും ഹൈക്കോടതിയും എന്താണ്? മനുഷ്യൻ്റെ സിവിൽ ലിബർട്ടിയുടെ പ്രൊട്ടക്ടറാണ്. ഹാവ് നോട്ട് ഓൺലി ദ പവർ ടു ജൂറിസ്ഡിക്ഷൻ ബട്ട് ഓൾസോ obligation to grant relief exercise its jurisdiction under Article 32 and 226 of the Constitution to victim of her own victim, their own victim, whose fundamental rights under Article 21 of the Constitution of India established to have been fragmentally infringed by calling upon the state
to repair that the damage done. The officers of fundamental rights of the citizen, notwithstanding the rights of the citizen, remedy by way of a civil suit or criminal proceedings. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സിവിൽ സ്യൂട്ട് പ്രകാരമോ ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സ് പ്രകാരമോ നടത്താൻ കഴിയാത്ത ഒരു കാര്യം ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ വയലേഷൻ ആണെങ്കിൽ അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കും എന്ത് ചെയ്യാം? ഫണ്ടമെൻ്റൽ റൈറ്റിലൂടെ എൻഫോഴ്സ് ചെയ്തെടുക്കാൻ കഴിയും. ഇനി ആ സെൻറ്റൻസിൻ്റെ അടുത്ത സെൻറ്റൻസ് നോക്കി. ദ സ്റ്റേറ്റ് ഹാസ് ദ റൈറ്റ് ടു ബി indemnified by and to take such actions may be available in the against the wrongdoer in accordance with the law though the appropriate proceedings. അപ്പോൾ അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഏറ്റവും അവസാന സെൻറ്റൻസ് പറഞ്ഞേക്കുന്നത് എന്താ? The state has the right to indemnified by take such action. അങ്ങനെ ആരുടെയെങ്കിലും ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് സ്റ്റേറ്റിന് തോന്നിയാൽ സ്റ്റേറ്റിന് ആക്ഷൻ എടുക്കാം. ആസ് മേ ബി അവൈലബിൾ എഗൻസ്റ്റ് ദ റോങ് ഡൂവർ ഇൻ അക്കോർഡൻസ് ദ ലോ അപ്രോപ്രിയേറ്റ് പ്രൊസീഡിങ്സ്. അപ്രോപ്രിയേറ്റ് പ്രൊസീഡിങ്സ്, എന്ത് പ്രൊസീഡിങ്സ് ആണോ ഇവിടെ നടപ്പാക്കേണ്ടത് ആ പ്രൊസീഡിങ്സ് നടത്തിക്കൊണ്ട് എന്ത് ചെയ്യാം? ആക്ഷൻ എടുക്കാവുന്നതും ആകുന്നു. മനസ്സിലായോ? മനസ്സിലായി സാർ. എൻ മസ്താൻ സാഹിബ് വേഴ്സസ് ചീഫ് കമ്മീഷൻ ഓഫ് പോണ്ടിച്ചേരി. എൻ മസ്താൻ സാഹിബ് വേഴ്സസ് ചീഫ് കമ്മീഷൻ ഓഫ് പോണ്ടിച്ചേരി എന്ന കേസിൽ 1962 AR പറഞ്ഞിട്ടുണ്ട്. ദ സുപ്രീം കോർട്ട് ഹാസ് ഒബ്സർവ്ഡ് ദാറ്റ് റൈറ്റ് ടു ഒബ്ടൈൻ റിറ്റ് വെൻ ദ പെറ്റീഷൻ എസ്റ്റാബ്ലിഷ് എ കേസ് ഫോർ ഇറ്റ്. അപ്പോൾ ഒരു റിട്ട് കിട്ടണമെങ്കിൽ ഒരു പെറ്റീഷൻ എങ്ങനെ ചെയ്യണം? ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. മസ്റ്റ് ഈക്വലി ബി ഫണ്ടമെൻ്റൽ റൈറ്റ്. അതൊരു സിവിൽ റൈറ്റ് ആണെങ്കിലും അതൊരു ക്രിമിനൽ കേസ് കൊടുക്കേണ്ട കാര്യമാണെങ്കിലും അത് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കണം. ഇറ്റ് വുഡ് ബി ഐഡിയൽ ടു ഗീവ് ഫണ്ടമെൻ്റൽ റൈറ്റ് ടു മൂവ് സുപ്രീം കോർട്ട് ആൻഡ് നോട്ട് സിമിലർ റൈറ്റ് ടു ദി റിട്ട് ഇഷ്യൂ വിത്ത് ദ പെറ്റീഷൻ ഇറ്റ് ക്ലിയർലി ജസ്റ്റിഫൈഡ്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെങ്കിൽ സുപ്രീം കോടതിയിലും മറ്റ് എനി അതർ റൈറ്റ് ആണെങ്കിൽ അത് ഹൈക്കോടതിയിലും ആണ് മൂവ് ചെയ്യേണ്ടത്. ആദ്യം എന്ത് ചെയ്യണം? സുപ്രീം കോടതി പോകണമെങ്കിൽ അത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി സാർ. Yes. And then the fundamental rights to the writ established. The party to establish the right to be entitled to ex delicto justitia. Ex delicto justitia എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സർക്കാരിൽ നിന്ന് നമുക്ക് നീതി ലഭിക്കേണ്ടതാണ് എന്നാണ് അവിടെ പറയുന്നത്. കോടതി നമ്മൾ സമീപിക്കുന്നത് സർക്കാരിൽ നിന്ന് കിട്ടേണ്ട നീതി തരാത്തത് കൊണ്ടാണ് കോടതിയെ സമീപിക്കുന്നത്. അതാണ് എക്സ് ഡെലിക്റ്റോ ജസ്റ്റിഷ്യ എന്ന് പറയുന്നത്. ടു ഇഷ്യൂ നെസസറി റിറ്റ് there would then be a power of the court to refuse the direction to issue. അപ്പോൾ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒരു കേസ് കൊടുക്കുന്നു, അത് മുനിസിപ്പൽ കോടതിയിലാണ് കൊടുക്കേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റിജക്റ്റ് ചെയ്യാം. സുപ്രീം കോടതി റിജക്റ്റ് ചെയ്യാം. അത് മറ്റേതെങ്കിലും ഫോറത്തിലായിരുന്നു പോകേണ്ടതെങ്കിൽ അതിന് പ്രത്യേക ഫോറം ഉണ്ടെങ്കിൽ കോടതിക്ക് റിജക്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ കോടതി എന്ത് ചെയ്യണം? റിട്ട് ഫയൽ ചെയ്യും. ആർട്ടിക്കിൾ 32 empowers the Supreme Court to issue directions. ആർട്ടിക്കിൾ 32 പറയുന്നത് സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ, ഡയറക്ഷൻസ്, ഉത്തരവുകൾ പുറപ്പെടുവിക്കണം. ഓർഡേഴ്സ് ഫോർ റിട്ട് ഇൻക്ലൂഡിംഗ് റിട്ട് ഇൻ ദ നേച്ചർ ഓഫ് ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ ഷെർഷ്യൂറി പോവാറുണ്ടോ ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്. ഇനിയിപ്പോൾ ആരാ വായിക്കാനുള്ളേ? In state of West Bengal was Committee for Protection of Democratic Right West Bengal 3 2010-3 Supreme Court Case 571. It was held that the power of judicial review of the Supreme Court and the High Courts under Article 32 and 226 respectively is a integral part and essential feature of the Constitution. Constituting part of its basic structure,
It is pertinent to note that Article 32 of the Constitution is also contained in a Part 3 of the Constitution, which enumerate the fundamental rights and not alongside other articles of the Constitution which define the general jurisdiction of the Supreme Court. In Nilabadi Behra versus State of Orissa, 1993, to Supreme Court case 746, the court observed that the Supreme Court and the High Courts, being the protector of the civil liberties of the citizen, have not only the powers and jurisdiction but also an obligation to grant a relief in exercise of its jurisdiction under Article 32 and 226 of the Constitution to the victim or the heir of the victim whose fundamental rights under Article 21 of the Constitution of India are established to have been flagrantly infringed by calling upon the state to repair the remedy by the way of a civil suit or a criminal proceeding. The state has the right to be indemnified by and take such action as may be available to it against the wrongdoer in accordance with the law through appropriate proceeding. In N. Mastan Sahib versus Chief Commissioner Pondicherry, AR 1962 Supreme Court 796, the Supreme Court has observed that the right to obtain a writ when petition establishes a case for it must equally be a fundamental right, for it would be ideal to give a fundamental right to move the Supreme Court and not a similar right to the writ, the issue of which the petition which might clearly justify. If then a fundamental right to a writ is established, the party who establishes such right must be entitled ex divisio justitia to the issue of the necessary writ. There would be there would then be no power in the court to refuse in its discretion to issue it. Article 32 empower the Supreme Court to issue direction orders or writs, including writs in the nature of habeas corpus, mandamus, prohibition, cessatio, and querendo for the enforcement of the fundamental rights. Sir. യെസ്, അരമണിക്കൂർ കൂടെ പഠിക്കുന്നു അതോ ക്ഷീണിച്ചിരിക്കുവാന്നോ നിർത്തണോ? എന്ത് പറയുന്നു? നിമിഷമോളെന്ത് പറയുന്നു? ഇത്ര മതി. ഇത്ര മതിയോ? ആ ശരി, എനിക്ക് ഇന്നങ്ങ് നിർത്തിയേക്കാം. എന്താ പറയുന്നത്? നാളെ നമുക്ക് ഹേബിയസ് കോർപ്പസ് മൂലം കൂടെ തുടങ്ങാം. ഓക്കെ Okay, sir. Thank you, sir. Thank you, sir.